എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ്. കുറച്ച് നാളായി ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട് കേട്ടോ. ഇന്ന് ഞാനും മക്കളും മാത്രമേ വീട്ടിലുള്ളൂ. അമ്മയും ചേച്ചിയൊക്കെ ഒരു ആവശ്യത്തിനായിട്ട് പുറത്ത് പോയിട്ടാണല്ലോ കേട്ടോ. അപ്പോൾ അവർ ലേറ്റ് ആവും വരാനായിട്ട്. അപ്പോൾ എനിക്ക് വീടൊക്കെ ക്ലീൻ ചെയ്തിടാനുണ്ട്. രാവിലത്തെ ഒരു ബഹളമൊക്കെ കഴിഞ്ഞത് ഇവിടെ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിലുള്ള മഴയൊക്കെ ഉണ്ട്. ചെറിയ രീതിയിലല്ല, ഇപ്പോൾ 2-3 ദിവസമായിട്ട് എല്ലാ ദിവസവും മഴ തന്നെയാണ് കേട്ടോ. മീഷോന്ന് ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നമ്മൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ഇപ്പോൾ കുറച്ച് നാളായിട്ട് നല്ല തിരക്ക് പിടിച്ച ദിവസമാണ് കേട്ടോ. മോളെ ഡെയിലി കൊണ്ടുവിടലും കൂട്ടലും ഒക്കെ ആയിട്ട് അങ്ങനെ ഞാനിത് പുതിയ കോഴ്സിനൊക്കെ ചേർന്നിട്ടുണ്ട്. ഞാൻ കണ്ണൂർ GITDയിൽ ചേർന്നിട്ടുണ്ട് കേട്ടോ, ഒരു ബ്യൂട്ടീഷ്യൻ്റെ കോഴ്സ് ചെയ്യാമെന്ന് കരുതി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഫീൽഡാണ് കേട്ടോ ഈ ബ്യൂട്ടീഷ്യൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത്. അങ്ങനെ എനിക്കിപ്പോൾ വീക്ക്ലി 3 ഡേയ്സാണ് ക്ലാസ് വരുന്നത്. ഇനിയിപ്പം ഡെയിലി ക്ലാസ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ. 1 മന്ത് കഴിഞ്ഞാൽ ഡെയിലി ക്ലാസ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മോളെ ഇപ്പോൾ കണ്ണൂർ സെൻറ്ററസിലാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഡെയിലി അവളെ കൊണ്ടുവിടലും കൂട്ടിലാണ്. ചെറുതായിട്ട് പ്ലേ സ്കൂളിലാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അവളെ വണ്ടിക്ക് പറഞ്ഞിടാനുള്ളൊരു വിഷമം കാരണം ഞാൻ ഡെയിലി കൊണ്ടുവിടലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറും കറിയൊക്കെ രാവിലെ ആയതാണ്. ഞാൻ നാളത്തേക്ക് മീൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം മഴ തോരാത്ത ദിവസമില്ല, അതുകൊണ്ട് തന്നെ മുറ്റമൊക്കെ നന്നായിട്ട് വഴുതാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ഛനിതാ കുമ്മായം ഇട്ടിട്ടുണ്ട് കേട്ടോ. ആര് പുറത്ത് പോയി വന്നു കഴിഞ്ഞാലും ചെരുപ്പ് അവിടെ ഇവിടെ ആയിട്ട് കിടക്കുന്ന കാണുമ്പോൾ എപ്പോഴും പറയാറുണ്ടായിരുന്നു ഇതുപോലെ ഒരു ഷൂ റാക്ക് വാങ്ങിക്കണമെന്ന്. അങ്ങനെ ഒരുപാട് റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വാങ്ങിച്ച സാധനമാണ് കേട്ടോ ഇത്. എനിക്ക് എത്ര വരുന്നത് 280 രൂപ അങ്ങോട്ടാണ് റേറ്റ് വരുന്നത്. എന്തായാലും നല്ല പ്രോഡക്റ്റ് തന്നെയാണ്. മീഷോ എന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. 3 തട്ടായിട്ടാണ് വരുന്നത്. ഇതിപ്പോൾ ഞാൻ 3 തട്ടല്ല 4 തട്ടായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ 4 തട്ട് ഇതിൻ്റെ അകത്ത് വെച്ചിട്ടില്ല. നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ അടിയിൽ വെക്കാനായിട്ട് ഞാൻ 3 തട്ട് മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ കേട്ടോ. ഒരു തട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് മാറ്റി വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കിത് അയച്ചു വെക്കാനൊക്കെ പറ്റും. എനിക്ക് നല്ല ഒരു പ്രോഡക്റ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. വീട് അലങ്കോളായിക്ക് കിടക്കുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ നീറ്റില്ലാത്ത സമയത്തായിരിക്കും ആരെങ്കിലും കയറി വരിക. എന്നിട്ട് ഇന്ന് മോളെ മാമീൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഒന്ന് വീട് പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്തിടാന്ന് കരുതിയത്. അപ്പോഴേക്കും എന്താ മോള് കരഞ്ഞിട്ട് നീതു എൻ്റെ കയ്യിൽ കൊണ്ട് തന്നിട്ടുണ്ട്. അവൾക്ക് ഇനി ഉറങ്ങേണ്ട സമയം ആയിട്ടുണ്ട്. അവൾക്ക് ഇനി ഫുഡ് കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവൾ പെട്ടെന്ന് തന്നെ ഉറങ്ങിക്കോളും. അപ്പോൾ ഞാൻ ചെറിയൊരു കുളിയൊക്കെ പാസ്സാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിതാ റസ്കും പാലും മോക്ക് കൊടുക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അവളെ അതൊന്നും കഴിപ്പിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉറക്കണം. ആൻലിയെ പോലെ എനിക്ക് ഫുഡ് കൊടുക്കാൻ ഇവളെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഇവളെ ആവശ്യത്തിനുള്ളത് ഇവളെ കഴിച്ചോളും. വലിയ വിശന്നിരിക്കുകയൊന്നും ചെയ്യത്തില്ല കേട്ടോ. മോക്ക് ഫുഡും കൊടുത്തതാ പെട്ടെന്ന് തന്നെ അവളെ കുളിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ മോളെ സുന്ദരിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അവളെ ഒന്ന് ഉറക്കിയിട്ട് എനിക്ക് അടുത്ത പരിപാടി നോക്കണം. അപ്പോൾ ഇതാ മോളെ ഉറക്കാൻ നോക്കിയിട്ട് അവൾ ഒരുപാട് സമയം പാല് കുടിച്ച് അങ്ങനെ കിടക്കുക എന്നല്ലാണ്ട് അവൾ ഉറങ്ങുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കരുതി ഒന്ന് സിറ്റ് ഔട്ടൊക്കെ ഒന്ന് തുടക്കാമെന്ന് കരുതി. അപ്പോൾ നേതുവും കുട്ടികളൊക്കെ ഇതാ കളിക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇന്ന് മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഇത് അവർ കളിക്കാനായിട്ട് പുറത്ത് പോകുന്നുണ്ട്. അവർ ഷട്ടിൽ ബാറ്റും കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുട പിടിച്ചിട്ടൊക്കെ കളിക്കും കേട്ടോ. മഴയൊന്നും അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. ശനിയും ഞായറും നമുക്ക് മക്കളെ നോക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. ഇതുപോലെ ഇടക്കിടക്ക് അടുത്തുള്ള കുട്ടികളൊക്കെ വരും, എടുത്ത് പോവുകയൊക്കെ ചെയ്യും കേട്ടോ. അന്നേരത്ത് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. അല്ലാതെ അപ്പോൾ നമുക്ക് ഭയങ്കര അവർ കയ്യിൽ നിന്ന് ഇറങ്ങുകയില്ല. അതുപോലെ തന്നെ വേറെ ആരും കൈ മാറി തട്ടാനും ഉണ്ടാവില്ല കേട്ടോ. അവളെ ഡെയിലി കൊണ്ടുവിടുന്നതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഒന്നിനും ഒരു സമയമില്ലാതെ പോലെയാണ് കേട്ടോ. അപ്പോൾ ഡെയിലി കൊണ്ടുവിടുക എന്ന് പറയുമ്പോൾ ഞാനിവിടുന്ന് 9:30 അവളവിടെ വിട്ട് ഞാൻ 10 മണിയാകുമ്പോഴേക്കും എൻ്റെ ക്ലാസ്സിന് കയറും. പിന്നെ 1 മണി വരെയാണ് എൻ്റെ ക്ലാസ് ഉള്ളത്. പിന്നെ അവിടുന്ന് ഞാൻ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങുമ്പോഴേക്കും 2 മണിയാവും കേട്ടോ. പിന്നെ നടന്ന് അവളെ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ 2:30 ആവും. കുറച്ച് ദൂരം നടക്കാനുണ്ട്. അവളെ എടുത്ത് നടക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ അടുത്ത വർഷം മുതൽ എന്തായാലും ഞാൻ വണ്ടിക്കേ വിടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ എന്തെങ്കിലും ജോലിക്കോ അങ്ങനെ മറ്റോ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ കുഴപ്പമില്ല. ഇപ്പോൾ ഡെയിലി പോകുന്നതുകൊണ്ടും ഇപ്പോൾ ഒരുപാട് തുണികൾ കഴുകിയിട്ടതൊക്കെ ഉണ്ട് കേട്ടോ, ഉണങ്ങാതിരിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു വെയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു. പുറത്ത് തുണിയൊക്കെ ഇടാമെന്ന് കരുതിയിട്ടാണ് ഞാനിന്ന് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട്. ആ സമയത്ത് ഞാൻ 2-3 മാക്സിയും കുട്ടികളുടെ ഉടുപ്പൊക്കെ എടുത്തിട്ട് വെയിലത്തിടുന്നുണ്ട്. എന്താണെന്നറിയില്ല, മഴ പെയ്യുമെന്നറിയില്ല കേട്ടോ. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും കോളാവും. അമ്മ വരുന്നതിലൊക്കെ ഒന്ന് തുണിയൊക്കെ ഉണക്കി എടുക്കണമെന്നുണ്ട് കേട്ടോ.
വലിയ പ്രതീക്ഷയില്ല. മോള് ഉള്ളതുകൊണ്ട് ഇപ്പം പെട്ടെന്ന് തുണിയെടുക്കലും ആറിടലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അമ്മ പുറത്തിടണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ മഴ പെയ്യുന്നതാണെങ്കിൽ അത് അവിടെ നിന്ന് കിടന്ന് നനയട്ടെ എന്ന് കരുതിയിട്ടാണ്. ചെറിയ രീതിയിൽ ഉണങ്ങിയൊരു തുണികളാണ് കേട്ടോ ഞാൻ പുറത്തേക്ക് ഇടുന്നത്. ചെറുതായിട്ടൊരു വെയിൽ തട്ടിയാൽ മതിയാവും. അപ്പം ഞാൻ പെട്ടെന്നൊന്ന് ക്ലീനിങ്ങിൻ്റെ പരിപാടി നോക്കാം. ഇപ്പം ഒരാളെ സഹായം ഇല്ലാണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. രണ്ടും ഒരുപോലത്തെ മക്കളാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് നല്ല രീതിയിൽ മഴ വന്നിട്ടുണ്ട്. എൻ്റെ തുണികളൊക്കെ നല്ല രീതിയിൽ നനയുന്നുണ്ട് കേട്ടോ. ഞാൻ കരുതി ഇനി മഴ എന്തായാലും പോവട്ടെ എന്നിട്ട് എടുക്കാമെന്ന്. ഇനിയിപ്പോൾ എന്തായാലും അമ്മേൻ്റെ ചീത്ത കിട്ടും വന്നു കഴിഞ്ഞാൽ. പുറത്ത് ഞാൻ ഇട്ടത് ചെറിയ രീതിയിൽ ഉണങ്ങിയ തുണികളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ചെമ്മീൻ വറവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് കൂട്ടിയിട്ടാണ് ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത്. എനിക്കിഷ്ടമാണ് കേട്ടോ ഇതുപോലെ ചെമ്മീൻ വറുത്ത് കഴിക്കാനായിട്ട്, നല്ല ടേസ്റ്റാണ്. ക്ലീനിങ്ങിൻ്റെ പരിപാടി മൊത്തം കഴിയുന്നതിനിടക്കാണ് കേട്ടോ ഞാൻ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവരെയും കൊണ്ട് എന്തെങ്കിലും ജോലി ചെയ്യുക എന്നുള്ളത് വലിയൊരു പണിയാണ് കേട്ടോ എനിക്ക്. അതുകൊണ്ട് ഞാൻ കരുതി ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള പരിപാടി നോക്കാമെന്ന്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന മഴ ഇതുവരെ തീർന്നില്ല കേട്ടോ, മഴ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാൻ എന്താ ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് തന്നെ അകത്തെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു. ചെറിയ രീതിയിലുള്ള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും മഴ തന്നെയാണ് പുറത്ത്. കുറച്ച് നേരം വിശ്രമിക്കട്ടെ എന്ന് കരുതുമ്പോഴേക്കും മോൾ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അവൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങിയതാണ്. ഇനി ഇവൾക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് കൊടുക്കണം. ഞങ്ങൾ മീഷോന്ന് 2 പ്രോഡക്റ്റ്സാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്നിതും അതുപോലെ തന്നെ ഒന്ന് കിച്ചണിൽ വെക്കുന്ന ഇതുപോലെ വുഡൻ റാക്കുമാണ് വരുന്നത്. അപ്പോൾ ഇതൊന്നും എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇതിന് റേറ്റ് വരുന്നത് 500 സംതിങ് ആണ് കേട്ടോ. മഴ ചെറുതായിട്ട് കുറഞ്ഞപ്പോൾ ഇതാ മോൾക്ക് കളിക്കാൻ പുറത്ത് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിതാ മഴ ചെറുതായിട്ട് കുറഞ്ഞപ്പോൾ അവളിന്ന് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ആരോ മുട്ടായി കഴിക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് മുട്ടായി വാങ്ങിക്കാൻ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞ ആൾ വന്നിട്ടുണ്ട്. പൈസയാ? എന്തിനാ പൈസ? എന്തിനാ പൈസ? പൈസ എന്തിനാ? ചന്ദ്രന്റെ കടയിലാ? ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഇതാ ചായക്കുള്ള കടി കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൻ്റെ മുന്നിലത്തെ ചേച്ചിയാണ് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ബോണ്ടയാണ് കേട്ടോ. 2 ബോണ്ട ഉണ്ടായിരുന്നു. അത് ഞാനിതാ മോക്ക് കൊടുത്തിട്ടുണ്ട്. അവൾ പകുതിയേ കഴിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ കഴിയാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. പുതുതായിട്ടൊരു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ, സീ യു.